ജിമെയിൽ ഐ ഡി ഇല്ലാതെ ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു ഫോണിൽ 2 ജിമെയിൽ ഐ ഡി എങ്ങനെ ഉപയോഗിക്കാമെന്ന്, അല്ലെങ്കിൽ നമ്മളൊരു ജിമെയിൽ ഐ ഡി ഉപയോഗിക്കുന്നതുകൊണ്ട് കൂടെ മറ്റൊരു ജിമെയിൽ ഐ ഡി കൂടി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി പരിശോധിക്കുന്നത്. ഇതിനെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ആ ജിമെയിൽ ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. അതിൽ നിന്നും നമ്മൾ ആ പ്രൊഫൈൽ ഐക്കണിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിന് ഏറ്റവും മുകളിൽ കാണുന്ന ആ പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്കിവിടെ ധാരാളം മെയിൽ ഐ ഡിയിൽ കാണുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഒരു മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതലുണ്ടെങ്കിലും പ്രശ്നമില്ല, അവിടെ ഏറ്റവും താഴെയായി ആഡ് അനദർ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ ഏറ്റവും മുകളിലുള്ള ആ ഗൂഗിൾ എന്നുള്ളതിനെ സെലക്ട് ചെയ്യുക. ഗൂഗിൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വെരിഫൈ യുവർ യൂസർ ഐ ഡി എന്ന് ചോദിക്കും. നിങ്ങൾക്ക് അവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം, അതായത് ആ വെരിഫൈ ചെയ്യുക. നിങ്ങളത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ എന്താണോ കൊടുത്തിരിക്കുന്നത്, നിങ്ങളുടെ പാസ്വേഡ് ആണെങ്കിൽ പാസ്വേഡ്, നിങ്ങളുടെ ഫിംഗർ ലോക്കാണെങ്കിൽ അത് കൊടുത്തതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്നത് 2 ഓപ്ഷനാണ്. ഇവിടെയായാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളതിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഫോർ മൈ പേഴ്സണൽ യൂസ് എന്നുള്ളതിലാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ ഈ സെലക്ട് ചെയ്ത് വന്ന് വിശദമായി പറയാം, ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളതിലാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. തുടർന്ന് നമ്മൾ ഫോർ മൈ പേഴ്സണൽ യൂസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ചോദിക്കുകയാണ്. ഞാനിപ്പോൾ ഒരു മെയിൽ ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായതുകൊണ്ട് ഒരു ടെസ്റ്റ് മെയിൽ ഐ ഡിയാണ് ഞാൻ ടൈപ്പ് ചെയ്യുന്നത്. തുറന്ന തൊട്ട് താഴെയായി അവർ സർനെയിം ചോദിക്കുന്നുണ്ട്. സർനെയിം എന്നുള്ളിടത്ത് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനൊരു പേര് ഇവിടെ കൊടുത്തു. തുടർന്ന് ഞാൻ നെക്സ്റ്റ് കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്തും ബാക്കി കാര്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത്. നിങ്ങളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഡേറ്റ് ഓഫ് ബർത്തും എൻ്റെ ജെൻഡറും ബാക്കി ഡീറ്റെയിൽസും എല്ലാം കൊടുത്തു. തുടർന്ന് നമ്മളിവിടെ നിന്ന് നെക്സ്റ്റ് കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്തായി നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും. സൈനപ്പ് വിത്ത് മൊബൈൽ നമ്പർ എന്നുള്ളൊരു ഓപ്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ജിമെയിൽ എന്നുള്ളൊരു ഓപ്ഷനിൽ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ജിമെയിൽ എന്നുള്ളതിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ചൂസ് യുവർ ജിമെയിൽ അഡ്രസ്സ് എന്നുള്ളൊരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ഒരു മെയിൽ ഐ ഡി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് യുവർ ഓൺ ജിമെയിൽ അഡ്രസ്സ് എന്നുള്ളതിൽ പോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മെയിൽ ഐ ഡി അവിടെ ടൈപ്പ് ചെയ്ത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കുവാൻ സാധിക്കുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നത് കൃത്യമായിട്ട് കാണണമെന്നില്ല. അപ്പോൾ നിങ്ങൾ മറ്റുള്ളത് മാറി ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ടെസ്റ്റ് ആയതുകൊണ്ട് ഇതിൽ നിന്നും ടെസ്റ്റ് ഫോർ ടെസ്റ്റ് എന്നുള്ളൊരു സാധനം മാത്രം ഞാൻ സെലക്ട് ചെയ്തു. തുറന്ന് ഞാൻ ഇവിടെ നിന്ന് നെക്സ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്യാനാണ് പറയുന്നത്. നമുക്കൊരു പാസ്വേഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പാസ്വേഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോയി. ഇങ്ങനെ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെയായി കുറച്ചധികം കാര്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഫോൺ നമ്പർ ആഡ് ചെയ്യണോ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. തുടർന്ന് നിങ്ങൾക്ക് താഴെയായി ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ ഈ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ടെസ്റ്റിംഗ് പർപ്പസിനായതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ കാണാം റിവ്യൂ യുവർ അക്കൗണ്ട് ഇൻഫർമേഷൻ എന്നൊരു ഓപ്ഷനിലേക്ക് വന്നിരിക്കുന്നു. ഇവിടെയായി നിങ്ങളുടെ ജിമെയിൽ ഐ ഡി വളരെ പെട്ടെന്ന് തന്നെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. തുടർന്ന് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ പ്രൈവസി ആൻഡ് ടേംസും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കാണാം. തുടർന്ന് നമ്മളതായി എഗ്രി എന്നുള്ള ഓപ്ഷനിലേക്ക് കൊടുക്കുന്നു. ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നേരെ നിങ്ങൾക്ക് കാണാം നമ്മുടെ ആ ഒരു മെയിൽ ഐ ഡി ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ആ മെയിൽ ഐ ഡിയിലേക്ക് ഒന്ന് പോയി നോക്കാം. ഏറ്റവും താഴെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ മെയിൽ ഐ ഡി കിടക്കുന്നത് കാണാം. നമ്മുടെ മെയിൽ ഐ ഡിയുടെ തൊട്ട് താഴെയായി ആ ഒരു മെയിൽ ഐ ഡി കാണിക്കും. അപ്പോൾ നേരെ നമുക്ക് ടെസ്റ്റ് ഫോർ ടെസ്റ്റ് എന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് ചെന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് രണ്ടാമതൊരു മെയിൽ ഐ ഡി നിങ്ങളുടെ ഫോണിൽ ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുക. ഇതിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ മെയിൽ അയക്കാം, നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ 2 മെയിൽ ഐ ഡി ഒരേ ഫോണിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്ത് ഉപയോഗിക്കുവാൻ സാധിക്കും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോക്കായി കാത്തിരിക്കുക. നാളെ വീണ്ടും കാണാം.